ക്വിക്ക് ബുക്സ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ സീരീസിൽ ഡേ 3 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആണ്. എസ്റ്റിമേറ്റ്സ് എങ്ങനെ പോസ്റ്റ് ചെയ്യാം, എസ്റ്റിമേറ്റ് സെയിൽസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഒരു കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലായിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെർച്ചേസ് ഓർഡർ ആയിരുന്നു. പെർച്ചേസ് ഓർഡറിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് സെയിൽസിൻ്റെ ടാബിൽ എസ്റ്റിമേറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സെയിൽസിൻ്റെ ടാബിൽ പോയിട്ട് എസ്റ്റിമേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം ക്രിയേറ്റ് ആൻഡ് എസ്റ്റിമേറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ചൂസ് എ കസ്റ്റമർ ഓൾറെഡി നമ്മളെ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റമർ സെലക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യുന്നിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പ്ലസ് ആഡ് എന്നുള്ള ജസ്റ്റ് ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം കസ്റ്റമറുടെ പേരുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് അക്കോഡ് എന്നുള്ള ജസ്റ്റ് ഇത് കൊടുത്ത് അതിന് ശേഷം ഡീറ്റെയിൽസുകൾ കൊടുക്കുക. ഇമെയിൽ, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ എല്ലാം കൊടുക്കുക. കസ്റ്റമർ മാസ്റ്റേഴ്സിൽ മാക്സിമം ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ആയിട്ട് വരും. സപ്പോസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ എക്സിറ്റ് ആയി കഴിഞ്ഞാലും നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന അക്കൗണ്ടൻറ്റിന് എന്താണ് പെട്ടെന്ന് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ജസ്റ്റ് എന്ത് ചെയ്യുക, സേവ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് ദെൻ ഇമെയിൽ ഐ ഡി കാര്യങ്ങളും കൊടുക്കുക. ദെൻ എസ്റ്റിമേറ്റ് ഡേറ്റ്, എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ്, അതുപോലെ തന്നെ എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയലാണ്. മെറ്റീരിയൽസിൻ്റെ ഇതിനനുസരിച്ചെടുക്കും എക്സ്പിറേഷൻ ഡേറ്റ്. ഇപ്പം നമ്മൾ സ്പെയർ പാർട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം പിന്നെ അപ് ടു 1 വീക്ക് വരെയാണ് നമ്മൾ എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ടാവുക, അതായത് പീരീഡ് ഓഫ് വാലിഡിറ്റി. നമുക്ക് എല്ലാ സമയത്തും പിന്നെ ഒരു മെറ്റീരിയൽസിന് സെയിം പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് എന്തുണ്ടാവും, പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാക്സിമം 3 to up to 1 വീക്ക് വരെയാണ് പല കമ്പനികളും എന്ത് ചെയ്യുന്നത്, എക്സ്പിറേഷൻ ഡേറ്റ് കൊടുക്കുന്നത്. പിന്നെ അതിന് നമ്മളെ മെറ്റീരിയലിൻ്റെ ഡിപ്പെൻസിനനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ദെൻ സർവീസ് ഡേറ്റ്. സർവീസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ എന്നാണോ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റാണ് ഇവിടെ സർവീസ് ഡേറ്റ് കൊടുക്കുന്നത്. അതിനിപ്പോൾ മെറ്റീരിയൽ ആവും, ഒരു സർവീസ് ആവും. ഒരു സർവീസിന് നമ്മൾ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ആ സർവീസ് എന്നാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ സർവീസ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. സപ്പോസ് നമ്മളിവിടെ മെറ്റീരിയൽ ഇൻവെൻറ്ററി കീപ്പ് ചെയ്യുന്ന കമ്പനിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രോഡക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ സപ്പോസ് ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സർവീസ് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ സർവീസ് മാത്രമേ ഇവിടെ ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സർവീസ് ഡേറ്റ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഒരു 11th കൊടുക്കുക സർവീസ് ഡേറ്റ്. ഓക്കെ, ദെൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ സർവീസ് ആയതുകൊണ്ട് ജസ്റ്റ് ഇൻസ്റ്റലേഷൻ ജാക്ക് സിസ്റ്റം എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റി 1 കൊടുക്കുന്നു, 15,500 കൊടുക്കുന്നു, 155,000 കൊടുക്കുന്നു. ടാക്സ്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടാക്സ്. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റഡ് ഇവിടെ അബുദാബി എന്നാണ് ഇവിടെ സെയിൽസ് ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അബുദാബി എന്ന് സ്റ്റാൻഡേർഡ് റേറ്റഡ് അബുദാബി. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് റേറ്റഡ് അബുദാബി എന്നുള്ളത് നമ്മളിവിടെ ലൊക്കേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ചേഞ്ചസ് ഉണ്ടാവും. 155,000. അപ്പോൾ ടോട്ടൽ AED 162, ടാക്സ് അടക്കം എസ്റ്റിമേറ്റ് ടോട്ടൽ. then ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ മെസ്സേജുകളും കാര്യങ്ങളും ഇവിടെ ജസ്റ്റ് കൊടുക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇവിടെ സേവ് ആൻഡ് സെൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമെയിൽ ഉണ്ട്, സെപ്പറേറ്റ് ഇമെയിൽ അഡ്രസ് പോകാം. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകൾക്ക് നമുക്ക് മെയിൽ അയക്കാൻ പറ്റും. ഈ എസ്റ്റിമേറ്റ് നമ്മളിവിടെ സേവ് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, ഈ കസ്റ്റമർക്ക് സെൻഡ് ആവും. അതാണ് ഇവിടെ ഇമെയിൽ ID എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കോമ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇമെയിൽ IDയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ എസ്റ്റിമേറ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ജസ്റ്റ് സേവ്.
സി ഇവിടെ എസ്റ്റിമേറ്റ് 1001 എന്നുള്ളത് എന്തായി ഓൾറെഡി സേവ് ആയി. അപ്പം അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സപ്പോസ് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് നമ്മളെ കസ്റ്റമേഴ്സിന് അയച്ച് ആ കസ്റ്റമർ എന്ത് ചെയ്ത് നമ്മളെ എസ്റ്റിമേറ്റ് സെലക്ട് ചെയ്തിട്ട് അവരെന്ത് ചെയ്ത് ഒരു പേർച്ചേസ് ഓർഡർ നമുക്ക് എന്ത് ചെയ്ത് അവർ അപ്പോൾ പേർച്ചേസ് ഓർഡർ അവർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പേർച്ചേസ് ഓർഡറിൻ്റെ ബേസിസിൽ നമ്മൾ ഈ എസ്റ്റിമേറ്റ് നമ്മളെന്ത് ചെയ്യും സെയിൽസ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് ഈ എസ്റ്റിമേറ്റ് നമ്മൾ എന്തിനാണ് നമ്മളെ സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സും ഇപ്പോൾ കമ്പനിയിലോട്ട് വരുന്ന ബിസിനസ്സൊക്കെ ഏതെങ്കിലും സെയിൽസ്മാൻ്റെ അണ്ടറിലായിരിക്കും. അപ്പോൾ ഓരോ സെയിൽസ്മാനും അക്കൗണ്ടബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ എസ്റ്റിമേറ്റ്സും കമ്പനിയിലോട്ട് ഇതിപ്പോൾ സിസ്റ്റത്തിലോട്ട് നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് അറിയാൻ പറ്റും എത്ര എസ്റ്റിമേറ്റ് നമ്മൾ ഡെയിലി എത്ര എസ്റ്റിമേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, എത്ര എസ്റ്റിമേറ്റ് സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് അറിയാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എസ്റ്റിമേറ്റിൻ്റെ റിക്വയർമെൻറ്റ് അതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ എസ്റ്റിമേറ്റ് എന്ത് ചെയ്യാം, സെയിൽസിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് ചെക്ക് ചെയ്യാം. സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമർ നമുക്ക് പേർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ്. ഓക്കെ, പിന്നെ നമ്മൾ ആ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ അക്കോഡ്, ഇവിടെ എസ്റ്റിമേറ്റിൻ്റെ അണ്ടറിൽ അക്കോഡ് 162,750. ഓക്കെ, പെൻഡിങ് സ്റ്റാറ്റസിൽ പെൻഡിങ് എന്നുള്ള സ്റ്റാറ്റസ് ആണ് കണ്ടത്. സെയിൽസ് പേർച്ചേസ് ഓർഡറിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ പേർച്ചേസ് ഓർഡർ എന്ന് കണ്ട്. ഓക്കെ, നമുക്കിത് എന്ത് ചെയ്യണം, സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ്സിൽ വന്നിട്ട് ഇവിടെ കൺവേർട്ട് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, കൺവേർട്ട് ടു ഇൻവോയ്സ്. ഓക്കെ, കൺവേർട്ട് ടു ഇൻവോയ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ശേഷം കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് ടാക്സ് ഉണ്ട്, ജാക്കിംഗ് സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്, ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എമൗണ്ടൊക്കെ ഓക്കെയാണ്. ജസ്റ്റ് എന്ത് ചെയ്തു, ആ എസ്റ്റിമേറ്റിൽ നിന്ന് കോപ്പി ആയിട്ട് വന്നു. ഇപ്പം നമുക്ക് വീണ്ടും ഇവിടെ സേവ് ആൻഡ് സെൻഡ് ആ കസ്റ്റമേഴ്സിന് തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ഇമെയിൽ ഡയറക്റ്റ് സെൻഡ് ചെയ്യാം. ജസ്റ്റ് ഞാനിവിടെ സേവ് അടിക്കുന്നു, ആ ഇൻവോയ്സ് നമ്പർ 001 എന്നുള്ള എന്ത് ചെയ്ത് ഇൻവോയ്സ് നമ്പർ സേവ് ആയി. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഓൾ സെയിൽസ് എന്നുള്ള ടാബിലേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓൾ സെയിൽസിൽ 2 വൗച്ചേഴ്സാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒന്ന് എസ്റ്റിമേറ്റും ഒന്ന് സെയിൽസും ഇൻവോയ്സ്. ഓക്കെ, എസ്റ്റിമേറ്റ് ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ടുണ്ട്. മറ്റേത് ഡ്യൂ ഇൻ 30 days. 30 days ആണ് നമ്മളെ പീരീഡ്. 30 days കഴിഞ്ഞാൽ ആ എമൗണ്ട് ഡ്യൂ ആവും. ഇവിടെ ഇൻവോയ്സസ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ എമൗണ്ട് കാണാം. നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത ഇൻവോയ്സ് ഓൾറെഡി സേവ്. ഇവിടെ ഓൾ സെയിൽസ് എന്നുള്ളിടത്ത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യും, അവിടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇൻവോയ്സസ് ഇൻവോയ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ എസ്റ്റിമേറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിൽ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്ക്രിപ്ഷൻസ് ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കമ്പനിയിലോട്ട് മെറ്റീരിയലോ സ്പെയർ പാർട്സ് അങ്ങനത്തെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ദെൻ ഓവർവ്യൂ. $155,000 അതായത് സെയിൽസ് ഇൻകം ഓവർ ടൈം. ഇവിടെ അൺപെയ്ഡ് ഇൻവോയ്സസ് 162,750 അൺപെയ്ഡ് ആണ്. നമ്മളിപ്പോൾ സെയിൽസ് ഓൾറെഡി പോസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടാനുള്ളത്. പെയ്ഡ് എമൗണ്ട് പേ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ എമൗണ്ട് പേ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ റിപ്പോർട്ടിലൊന്ന് ചെക്ക് ചെയ്യാം അവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അക്കൗണ്ട്സ് റിസീവബിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കമ്പനിക്ക്. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കുന്നത് അക്കൗണ്ട്സ് പേയബിൾ പ്ലസ് അക്കൗണ്ട്സ് റിസീവബിൾ ആണ്.
അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കമ്പനിയുടെ വൈറ്റൽ പാർട്ടാണ് ഈ അക്കൗണ്ട്സ് റിസീവബിൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ടിലോട്ട് പോയി. സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്, അക്കൗണ്ട്സ് റിസീവബിൾ ഏജിങ് സമ്മറി എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, അക്കൗണ്ട്സ് റിസീവബിൾ ഏജിങ് സമ്മറി ആസ് ഓഫ് June 8, 2025 162,750 ടോട്ടൽ നമുക്ക് കിട്ടാനുള്ളത്. ഇതിവിടെ നമ്മുടെ ഏജിങ്ങിനനുസരിച്ച് സമ്മറി കാറ്റഗറൈസ് ചെയ്തതാണ്. 1 to 30, 31 to 60, 61 to 90, 91 ആൻഡ് ഓവർ. ഓക്കെ, ഇവിടെ കറൻറ്റ് അതിപ്പോൾ 30 days ആകുമ്പോഴാണ് ഈ ഇൻവോയ്സ് ആസ് പെർ കസ്റ്റമറിൻ്റെ ടേംസ് പ്രകാരം ഇൻവോയ്സ് ഡ്യൂ ആവുകയുള്ളൂ. ഓക്കെ, ഇത് കറൻറ്റ്, ഇത് നമ്മൾ ജസ്റ്റ് സിസ്റ്റത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിസീവ് ആക്കുന്നത് എങ്ങനെ നോക്കുക. സപ്പോസ് ഈ കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് തന്നു, അപ്പോൾ പേയ്മെൻറ്റ് തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇൻവോയ്സസ്, ഇവിടെ കണ്ടില്ല, റിസീവ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ഇത് സെലക്ട് ചെയ്യുക. റിസീവ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റിസീവ് പേയ്മെൻറ്റ് അക്കൗണ്ട് 162. ഓക്കെ, ചൂസ് പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് ആയിക്കോട്ടെ. ഓക്കെ, ഇത് നേരെ പോകുന്നത് ഏത് അക്കൗണ്ടിലേക്ക് വെച്ചാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് ക്യാഷിലേക്ക് ആയിക്കോട്ടെ പോകുന്നത്, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ HSBC അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാറ്റിയാൽ മതി. ചെക്കാണെങ്കിൽ ചെക്ക്, ഇനിയിപ്പോൾ ക്യാഷ് ആൻഡ് ഇക്വലൻസ് HSBC ആണെങ്കിലും ക്യാഷ് പേയ്മെൻറ്റ് മെത്തേഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്യാഷ് സെലക്ട് ചെയ്താൽ മതി. ദെൻ ഇൻവോയ്സ് നമ്പർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ സേവ് ചെയ്യുന്നു. പേയ്മെൻറ്റ് റിസീവ്ഡ്. അതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മളിവിടെ ജസ്റ്റ് നമ്മുടെ ഇൻവോയ്സിലോട്ട് ഇവിടെ ഒന്ന് നോക്കാം. ഈ ഇൻവോയ്സ് ഓൾറെഡി ക്ലോസ് ആയി, പേയ്മെൻറ്റ് ചെയ്തപ്പോൾ പെയ്ഡ് ആയിട്ടില്ലേ. ഇവിടെ സ്റ്റാറ്റസ് പെയ്ഡ്, ഇവിടെ റിസീവ്ഡ് എന്നുള്ള ഈ പേയ്മെൻറ്റിൻ്റെ ഇത് ഓപ്ഷൻസ് ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്തു, എസ്റ്റിമേറ്റ് സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്തു, അപ്പോൾ എസ്റ്റിമേറ്റ് ക്ലോസ് ആയി. അതിൻ്റെ ശേഷം സെയിൽസിലോട്ട് ഇൻവോയ്സിലോട്ട് വന്നിട്ട് ഇൻവോയ്സ് എന്ത് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത്, ഇൻവോയ്സ് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അത് പെയ്ഡ്, അതും ക്ലോസ് ആയി. പിന്നെ പേയ്മെൻറ്റ് എന്നുള്ള വൗച്ചർ ഓൾറെഡി ക്ലോസ് ആയി. അങ്ങനെ മൂന്നും ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ടിലൊന്ന് പോയിട്ട് അക്കൗണ്ട്സ് റിസീവബിൾ ഏജിങ് റിപ്പോർട്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ ആസ് ഓഫ് June 8 നമുക്ക് ഒന്നും കിട്ടാനില്ല. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് കസ്റ്റമറിൽ നിന്ന് കിട്ടാനുള്ള പേയ്മെൻറ്റ് നമ്മൾ റിസീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റുകളൊന്നും കിട്ടാനില്ല. അപ്പോൾ അക്കൗണ്ട്സ് റിസീവബിൾ കമ്പനീൻ്റെ വൈറ്റൽ പാർട്ടാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ സ്മൂത്ത് ഓപ്പറേഷൻസിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ അത്യാവശ്യമാണ്. അപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോക്ക് വേണ്ടിയിട്ട് എന്താ, അക്കൗണ്ട്സ് റിസീവബിളിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വാച്ചിങ്, പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ട് ടേക്കിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഫോളോ അപ്പ്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ, ലിക്വിഡിറ്റി, അതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ഓപ്പറേഷൻസിന് അക്കൗണ്ട്സ് റിസീവബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ സൈസിനനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് റിസീവബിൾ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ കമ്പനി. പല കമ്പനിയിലും അക്കൗണ്ട്സ് പേയബിൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് റിസീവബിൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റുള്ള GL ഡിപ്പാർട്ട്മെൻറ്റ്, ജനറൽ ലെഡ്ജർ ഡിപ്പാർട്ട്മെൻറ്റുകൾ അത് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ കമ്പനി. നമ്മൾ ഒരു വലിയൊരു കമ്പനിയിലാണ്, ഒരു ബിഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള അക്കൗണ്ട്സ് റിസീവബിൾ ഫോളോ അപ്പ് കാര്യങ്ങൾ, N നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ആ സമയത്ത് ഏജിങ് സമ്മറി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എസ്റ്റിമേറ്റ്, ഏതെങ്കിലും ഒരു കസ്റ്റമർ നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയലിന് റിക്വസിഷൻസ്, ഒരു ഇൻക്വയറി തന്നു കഴിഞ്ഞാൽ ആ ഇൻക്വയറിൻ്റെ ബേസിൽ നമ്മുടെ കസ്റ്റമറിന് എസ്റ്റിമേറ്റ് അയക്കുന്നു. ആ എസ്റ്റിമേറ്റ് പിന്നെ അവർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്കത് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ പെർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ആ പെർച്ചേസ് ഓർഡറിൻ്റെ എഗെയിൻസ്റ്റ് നമ്മളത് ഇവിടുന്ന് സെയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ എസ്റ്റിമേറ്റ് കൺവേർട്ട് ചെയ്യുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എസ്റ്റിമേറ്റ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുന്നു, ആ കസ്റ്റമറുടെ അടുത്ത് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിന് മുന്നേ അക്കൗണ്ട്സ് റിസീവബിൾ ഏജിങ് സമ്മറി നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് വേറെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.